ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കല്യാണ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇടാണ്ട് കേട്ടോ, അതേമാതിരി കല്യാണ വീഡിയോ അങ്ങനത്തെയൊക്കെ. അപ്പോൾ രണ്ട് ചാനൽ കുമ്പടൊക്കെ ഇടുമ്പോഴേക്ക് ഇനി നമ്മൾ വീഡിയോ ഒരുപാട് പെൻഡിങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട് പുതിയ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി കണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ റിയാക്ഷൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഇടലില്ല കേട്ടോ, ഷോർട്ടൊക്കെ ഇടുക എന്നല്ലാതെ. അത് മലപ്പുറം പൂവി കിച്ചൻ എന്നുള്ള ചാനലിലാണ് ഉണ്ടാവുക കല്യാണ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് പിന്നെ മറ്റേ ചാനലിൽ പോയി ഒന്ന് കണ്ടുകൊണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ മുത്തമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. മോളെ കല്യാണമാണ്. നല്ല അടിച്ചപൊളിച്ച് കല്യാണം ഇതിന് കേട്ടോ. അപ്പോൾ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണാക്കിയിട്ടാൽ അധികരിച്ചും മ്യൂസിക്കും പാട്ടൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ കോപ്പിറൈറ്റ് വരിക. അപ്പോൾ ഞാൻ അങ്ങനെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് നമ്മൾ പാട്ടിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും പിന്നെ ബാക്കി കൂടെ ഒന്ന് കണ്ടുനോക്കി. ൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, കൂറിയാൽ മുഹബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൽ മുഹബത്തിൻ മധുരത്തേവി, മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരബോധീരത്ത്. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരബോധീരത്ത്. അല്ലമീനന്നു വരുന്നു താരകം പൂത്തു, ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയാൽ ബീവിയിൽ ചരിതമുരത്ത്. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയൽ ബീവിയിൽ ചരിതമുരത്ത്. ഇതിഹാസം ആലത്തല്ലും കഥകൾ കേട്ട് ബീവിയാൾ ഖദീജ തൻ മാനസം പൂത്ത്. അപ്പോൾ പുതിയനൊക്കെ സ്റ്റേജിന്മേൽ കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പാട്ട് മ്യൂസിക്കൊക്കെയാണ് ഉള്ളത്. നമ്മൾ പിന്നെ ഓണാക്കാൻ ഒട്ടും പറ്റില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിന് ഓണാക്കി വെച്ച് ഇങ്ങോട്ടൊക്കെ ഇടുകയെന്ന് വെച്ചെങ്കിൽ. പക്ഷേ എന്താ പറയലെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വന്ന് നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഡ്രസ് കോഡ് ചെയ്യുന്നു കേട്ടോ, എല്ലാവർക്കും ഡ്രസ് കോഡും കാര്യങ്ങളും കഴിഞ്ഞു. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കൾക്ക് വേറെ അങ്ങനെ വലിയ അങ്ങനെ പിന്നെ ഓരോ ടീംസിന് അങ്ങനെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയ സ്റ്റേജിന്മേൽ കയറി ഒരു ഫോട്ടോ വീഡിയോ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊന്ന് കണ്ടുനോക്കി. പിന്നെ ഒരു കാര്യം, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ പിന്നെ പുതിയാപ്പിളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പുതിയ സ്റ്റേജിന്മേൽ കയറി എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കല്യാണ വീഡിയോ ഇതിൻ്റെ ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ബാക്കി കൂടെ ഒന്ന് കണ്ടുനോക്കി. ചൂടിയ
കണ്ട് തോഴിയൽ ബീവിയിൽ ചരിതമുരത്ത് ഇതിഹാസം ആലത്തല്ലും കഥകൾ കേട്ട് ബീവിയാൾ ഖദീജ തൻ മാനസം പൂത്ത് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ അനൂറിലലിഞ്ഞ് ജിബ്രീലും വഹയ്യാലെ ഇറങ്ങിയെന്ന് അഹദോന്റെ അനുവാദം ഹബീബും ചൊന്ന് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ പുതുമാരൻ റസൂലുള്ള ചമഞ്ഞിടുന്നേ മണവാട്ടി ഖദീജ ബി നാണം തൂകുന്നേ ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി പിന്നെന്തൊരു കാര്യം പറയല്ലേ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടോ ഈ ചാനലിക്ക് അപ്പോൾ അങ്ങനെ കുറേ പെൻഡിങ് ആയി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തോന്നലാണ്, ചിലപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടും, അല്ലെങ്കിൽ അങ്ങനെ നോക്കും കേട്ടോ. മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. അങ്ങനെ വന്നതാണ് കേട്ടോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴാലും ഇട്ട് നോക്കും, പിന്നെ എടുത്ത് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉണ്ടല്ലോ, പിന്നെ പുതിയാപ്പിളിൻ്റെ വീട്ടിൽ പോകുന്നതും അതേമാതിരി തന്നെ ഇതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടി കേട്ടോ. പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ പുതിയാപ്പിളിയും പുതിയ സ്റ്റേജിന്മേൽ കയറി ഫോട്ടോ, പിന്നെ അതേമാതിരി തന്നെ ഫാമിലി ഫോട്ടോ, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ അങ്ങനത്തെ ഒക്കെ എടുക്കലും, പിന്നെ അതേമാതിരി കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.